രേഖകൾ സമാഹരിക്കാനാണ് ഇഡിയുടെ ലക്ഷ്യം. അതല്ലാതെ അതിനപ്പുറമുള്ള ഒരു കസ്റ്റോൾ ഇൻട്രോഗേഷൻ, അറസ്റ്റ് എന്നതിലേക്കൊന്നും ഇഡി ഇന്ന് പോകുന്നില്ല. അതങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ, അത് ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പ് ആരും പറയുന്നില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഈ റെയ്ഡിന് ശേഷം ഓരോരുത്തരെയും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നമുക്കറിയാം. ഇഡിയുടെ കുറേയധികം അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലും അറസ്റ്റൊക്കെ നമ്മൾ പോയ കാലങ്ങളിൽ കണ്ടവരാണ്. ദീപക് ധർമ്മൻ ചെയ്യുന്നു. ദീപക്, 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചെറിയ സമയമല്ല. അപ്പോൾ ദീർഘനേരം ആ റെയ്ഡ് തുടരുകയാണ്. രേഖാസമാഹരണം അടക്കം നടക്കുന്നു എന്നാണോ കരുതേണ്ടത്? എപ്പോൾ ആ റെയ്ഡ് പൂർത്തിയാകും എന്നതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ ദീപക്? ഹാഷ്മി, ഇ ഡിയിൽ നിന്നും ലഭിക്കുന്ന വിവരം ഒരു 7 മണിയോടെ 7 മണിയെങ്കിലും ആകും പൂർത്തിയാകാൻ എന്നുള്ളതാണ്. കാരണം ഈ 12 കേന്ദ്രങ്ങളിൽ നിന്നും പല രേഖകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അതായത് പ്രചരിക്കുന്നത് പോലെ ആരെങ്കിലും ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുക എന്നതല്ല ഇ ഡിയുടെ ലക്ഷ്യം. ഇ ഡിയുടെ ലക്ഷ്യം ഈ കേസിൽ, അതായത് ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ, അനധികൃതമായ പണമിടപാട്, ഇങ്ങനെയുള്ള ഒരു കേസാണ്. ആ കേസിൽ കരിമണൽ കർത്തായിൽ നിന്നും പലരും പണം പറ്റിയിട്ടുണ്ട്. ആ പണം പറ്റിയ കേസിൽ വിശദമായ ഒരു അന്വേഷണം, അതിലേക്ക് പോകാൻ രേഖകൾ വേണം. ഈ രേഖകൾ കണ്ടെടുക്കാൻ അവർ ചില സ്ഥലങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. 12 കേന്ദ്രങ്ങളിൽ 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇ ഡിയുടെ 12 സ്ക്വാഡാണ്. 40-ലേറെ ഇ ഡി ഉദ്യോഗസ്ഥർ, ഇതുകൂടാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരായി ഏതാണ്ട് 60 പേർ വേറെയും. അങ്ങനെ 100ഓളം സംഘാംഗങ്ങൾ ഉള്ള ഒരു ഓപ്പറേഷനാണ് ഇന്ന് നടക്കുന്നത്. അതിൽ ലക്ഷ്യം വെക്കുന്നത് രേഖകൾ കണ്ടെത്തലാണ്. ഇതിൽ 3 പേരെ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊന്ന് സരൺ കർത്തയാണ്. സരൺ കർത്തയെ ചോദ്യം ചെയ്യുന്നത് ശശിധരൻ കർത്തയുടെ വീട്ടിൽ വെച്ചാണ്. മറ്റൊന്ന് വീണ വിജയനെയാണ്. വീണ വിജയനെ ബേക്കർ ജംഗ്ഷനിലെ വാടക വീട്ടിൽ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത്. മറ്റൊന്ന് അനിൽ ആനന്ദ പണിക്കർ, അദ്ദേഹത്തെയും വസതിയിൽ വെച്ച് ചോദ്യം ചെയ്യുന്നു. ഇൻട്രോഗേഷൻ അറ്റ് ഹിസ് റെസിഡൻസ് എന്നുള്ളതാണ് ഇ ഡിയിൽ നിന്നുള്ള വിവരം. അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ 3 പേരെ വിശദമായ ഇൻട്രോഗേഷൻ നടത്തുന്നു. 12 കേന്ദ്രങ്ങളിൽ വിശദമായ പരിശോധന നടത്തുന്നു. പരിശോധനക്കൊടുവിൽ എന്ത് കിട്ടും? അതായത് ഇത് രേഖകൾ കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യം ചെയ്യലാണ് ഈ 3 പേരെയും നടത്തുന്നത്. എവിടെയാണ് ഇന്നേ ഡോക്യുമെന്റ് ഉള്ളത്, എവിടെയാണ് നിങ്ങൾ ഇന്നേത് വച്ചത്? ആ രീതിയിൽ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു സീഷർ ഉണ്ടാകും. അതിനൊരു മഹസർ തയ്യാറാക്കണം. പിന്നീട് അതിന്റെ അനാലിസിസിലേക്ക് കടക്കണം. അതായത് രേഖകൾ കണ്ടെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇ ഡിക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. സമൻസ് കൊടുത്ത് കൊച്ചിയിലെ ഇ ഡി ആസ്ഥാനത്തേക്ക് ഇവരെ വിളിച്ചു വരുത്തും. മറ്റ് അന്വേഷണ നടപടികളിലേക്ക് കടക്കും. അല്ല ദീപക്, ഈ പറയുന്ന രേഖകൾ ഇത് പല ഡൽഹി ഹൈക്കോടതിയിലടക്കം പല കോടതികളിൽ കേസുകൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി വീണ വിജയൻ അടക്കം അതിന് സ്റ്റേ ആവശ്യപ്പെട്ട് കോടതികളിലേക്ക് പോകുന്ന സമയം എന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും പല ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരമെങ്കിലും ഈ രേഖകളൊക്കെ പലയാവർത്തി പല ഏജൻസികളുടെയും പല കോടതികളൊക്കെ ഉള്ളതല്ലേ? അപ്പോൾ ഈ രാവിലെ 6:30 മുതൽ വൈകുന്നേരം 7 മണി വരെ നീണ്ടു നിൽക്കുന്ന ആ രേഖാ സമാഹരണം എന്ന് പറയുന്നത് അത്രയധികം രേഖകളുണ്ടോ എന്ന കാര്യം മനസ്സിലാവുന്നില്ല ദീപക്. ഹാഷ്മി, അതിൽ ഈ കാര്യം തന്നെയാണ് നമ്മൾ ഇ ഡി ഉദ്യോഗസ്ഥരോട്, നമുക്ക് ഇതിൽ ചോദിക്കുന്നതിനൊക്കെ പരിമിതിയുണ്ട് എന്ന് ഹാഷ്മിക്ക് മനസ്സിലാവുമല്ലോ. പക്ഷെ അവർ പറയുന്നത് അവർക്ക് ചില ഡോക്യുമെന്റുകൾ കിട്ടണം. അത് കിട്ടാൻ വേണ്ടി അവർ വൈകുന്നേരം വരെ 7 മണിയെങ്കിലും, ഞാൻ ചോദിച്ചു എപ്പോഴേക്ക് തീരുമെന്ന്, 7 മണിയെങ്കിലും ആകും എന്നുള്ളതാണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നവരിൽ നിന്നും ലഭിക്കുന്ന സ്ഥിരീകരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ 3 പേരെയാണ് ചോദ്യം ചെയ്യുന്നത്. പക്ഷേ ഈ 12 കേന്ദ്രങ്ങളിൽ നിന്നും ആ കേന്ദ്രങ്ങളിൽ നിന്നും ഇതെല്ലാം ഡോക്യുമെന്റ് സീസ് ചെയ്താൽ അവിടെയുള്ളവരുടെ മൊഴിയെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു നടപടിക്രമം കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്ത് രേഖയാണ് കണ്ടെത്തേണ്ടത് എന്ന് ഇപ്പോഴും ഇ ഡി വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇൻകം ടാക്സിന്റെ നേരത്തെ പരിശോധനയിൽ കരിമണൽ കർത്താവിന്റെ, ശശിധരൻ കർത്താവിന്റെ ഡയറിയിൽ നിന്ന് കിട്ടിയ പേരുകൾ, അതിനെ തുടർന്നുള്ള പണമിടപാടിന്റെ രേഖകൾ, അങ്ങനെ രേഖകളിലേക്കുള്ള അന്വേഷണമാകുമ്പോൾ അത് കേവലം ഇപ്പോൾ പറയുന്ന പേരുകളിൽ നിൽക്കില്ല എന്ന സൂചന കൂടി ഇ ഡി നൽകുന്നുണ്ട്. ഹാഷ്മി നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പല പേരുകളിലേക്ക് കൂടി അന്വേഷണം നീങ്ങിയേക്കും. അതായത് ഇവിടെ തീരുന്നില്ല, ഇതൊരു വിശദമായ അന്വേഷണത്തിലേക്ക് ഹൈക്കോടതിയുടെ അനുമതി കിട്ടിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് അന്വേഷിച്ചു തുടങ്ങുന്നതേയുള്ളൂ. ഇത് പ്രൈമറി എൻക്വയറിയാണ് എന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയുള്ള റെയ്ഡാണ്, പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഹാഷ്മി, ഓക്കെ, ആ ഡയറിയിൽ KK, PV, OC, IK, RC തുടങ്ങിയ പേരുകളൊക്കെ ഉണ്ടായിരുന്നു. ചില പാർട്ടി ഫണ്ടായി പണം വാങ്ങിയിട്ടുണ്ടെന്ന് സംബന്ധിച്ച നേതാക്കളോടെ ഉണ്ടായിരുന്നു. അതിലെ PV ഞാനല്ല എന്ന് പിണറായി വിജയൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അതല്ലാതെ PV എന്നതിനപ്പുറം പിണറായി വിജയൻ എന്ന് തന്നെ SFIയോട് റിപ്പോർട്ട് എഴുതി വെച്ച പശ്ചാത്തലം നേരത്തെ മാത്യക്കുള്ളതാണ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഉണ്ട്. ആ SFIO റിപ്പോർട്ടിലുണ്ട്. SFIO റിപ്പോർട്ട് പക്ഷേ അത്തരത്തിൽ ലീഗൽ പെനാൽറ്റികൾക്കോ അത്തരത്തിലുള്ള നിയമ നടപടികൾക്കോ സ്കോപ്പുള്ള ഒന്നല്ല. ആ റിപ്പോർട്ട് ഈ പറയുന്ന രീതിയിൽ പെനാൽറ്റി അടച്ചാൽ തീരുന്നതേ ഉള്ളൂ. പക്ഷെ അതിലെ പ്രശ്നം, അതിലെ കണ്ടെത്തൽ, അത് ഈ പറയുന്ന ബാക്കി അന്വേഷണ ഏജൻസികളെ ആകർഷിക്കുന്നതും ക്ഷണിച്ചു വരുത്തുന്നതുമാണ്. അങ്ങനെ വന്ന ഒരു ഏജൻസിയാണ് ഇ ഡി. ആ ഇ ഡിയാണിപ്പോൾ
റെയ്ഡ് നടക്കുന്നത്. 12 സ്ഥലങ്ങൾ ഒരേ സമയം റെയ്ഡ് നടക്കുന്നു. 3 പേര് ചോദ്യം ചെയ്യൽ. അത് ഒന്ന് വീണ വിജയനാണ്, ഒന്ന് അനിൽ ആനന്ദപ്പണിക്കർ അദ്ദേഹത്തിന്റെ വസതിയിലാണ് ചോദ്യം ചെയ്യൽ. സരൺ ശശിധരൻ കർത്തായുടെ മകനെ ചോദ്യം ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഉണ്ടോ, ഇടപാടുകൾ അതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ, PMLA എന്ന് പറയുന്ന വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് സപ്പോസ് ടു ബി ED അന്വേഷിക്കേണ്ടത്. അപ്പോൾ അപ്പോഴൊക്കെ പറഞ്ഞാലും ഇത് വൻകിട വക്കീലമാരൊക്കെ പോയ കാലങ്ങളിൽ ഇടപെട്ട ഡൽഹി ഹൈക്കോടതിയിലൊക്കെ കേസ് നടന്നൊരു കേസാണ്. അപ്പോൾ ഈ രേഖകളൊക്കെ ഇവർ വീടുകളിൽ സൂക്ഷിച്ചു വെക്കും. ED ചോദിക്കുമ്പോഴേക്കും ഇന്നാ രേഖ എന്നൊന്ന് എടുത്തു കൊടുക്കും എന്നൊക്കെ നമുക്കറിയില്ല. ED അന്വേഷിക്കുന്ന രേഖ എന്താണെന്നോ അവർ ടു ദ പോയിന്റ് ഏത് രേഖ അന്വേഷിക്കുന്ന നമുക്കറിയില്ല. എന്തായാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.